അപകടാവസ്ഥയിലായ കോഴിക്കോട് കൂടത്തായി പാലത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നു. KHRI ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. വിള്ളൽ വീണ് പാലം അപകടാവസ്ഥയിലായ വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, എന്തൊക്കെ പരിശോധനയാണ് നടത്തുന്നത്? ധന്യ, ഇപ്പോൾ ഇവിടെ KHRI ഉദ്യോഗസ്ഥരെത്തി ഈ പാലത്തിനടിയിൽ പരിശോധന നടത്തി വരികയാണ്. നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു, അതായത് ഈ പാലം അപകടാവസ്ഥയിലാണ് എന്നുള്ള കാര്യം. ഇതിലൂടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന സമയത്ത് വലിയ തോതിൽ ഈ പാലം ഇളകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ അടിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പാലത്തിനടിയിലായി വലിയ വിള്ളൽ ഉൾപ്പെടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ്. കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിലെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരന്തരം പോകുന്ന ഒരു വഴിയിലെ ഈ പാലത്തിലാണ് ഇങ്ങനെ ഒരു വിള്ളൽ രൂപപ്പെടുകയും ചെയ്തത്. 6 മാസം മുൻപാണ് ഇങ്ങനെ ഒരു വിള്ളൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ കൂടുതൽ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. വീണ്ടും ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോകുന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ വിള്ളലിന്റെ വ്യാപ്തി കൂടുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടെ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടുകാർ അന്ന് വലിയ രീതിയിൽ അവരുടെ ആശങ്ക ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മന്ത്രി റിയാസ് ഇടപെട്ടതിനെ തുടർന്ന് ഈ KHRI ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുകയും ഇവിടെ പരിശോധന നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർത്ത ഉൾപ്പെടെ പോയതിന് പിന്നാലെ ഇവിടെ ഭാരവാഹനങ്ങൾ ഇതുവഴി പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു വഴിയിലൂടെയാണ് ഭാരവാഹനങ്ങളൊക്കെ ഉൾപ്പെടെ തിരിച്ചു പോവുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ പാലത്തിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ സമീപത്തൂടെ ഒരു വാഹനം പോകുമ്പോൾ ഈ പാലം പൂർണ്ണമായും ഇളകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഭാരവാഹനങ്ങൾ പോകുമ്പോൾ സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഇളക്കം പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അത്രത്തോളം അപകടാവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഈ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഇവർ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. നമുക്കിപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ചേരുന്നുണ്ട്. നമ്മളന്ന് പറഞ്ഞതുപോലെ ഈ പാലത്തിന്റെ വലിയൊരു അപകടാവസ്ഥകളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ശരിക്കും? തൽക്കാലം ഇപ്പോൾ 15 ദിവസമായി വലിയ വണ്ടികളൊന്നും അങ്ങനെ വിടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട് ജെറ്റിങ്ങിനൊക്കെ. അത് വലിയ വണ്ടികൾ തന്നെ ശ്രദ്ധിക്കാം. മെയിനായിട്ട് തൽക്കാലം നമ്മുടെ പാലം പൊളിച്ച് പണിയുന്ന വരെ വലിയ വണ്ടികൾ ശ്രദ്ധിക്കാം. തൽക്കാലം അത് ഉണ്ടല്ലോ ഒരു പൊല്യൂഷനുള്ളൂ. നമ്മൾ വലിയ വിള്ളൽ വീണ ഒരു അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും വലിയ വിള്ളൽ വീണത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ. രാത്രി ഇവിടെ ജെർക്കിങ് കണ്ട് വലിയ വണ്ടി പോയാലേ ജെർക്കിങ് തന്നെ അനുഭവിക്കുന്നുണ്ട് ശരിക്കും.